യാതൊന്ന് ഭഗവാനോട് അർത്ഥിക്കുന്നുവോ നിജമായിരിക്കണം. അതല്ലാതെ ഭക്തിയില്ലാതെ അങ്ങനെ അർത്ഥിച്ചാൽ അതുകൊണ്ട് ഫലമില്ല. ഭക്തിയോടുകൂടി ഭഗവാനോട് അർത്ഥിക്കു വേണ്ടതെല്ലാം ഭഗവാൻ വേണ്ടതുപോലെ ചെയ്യും. അതങ്ങനെ പറഞ്ഞ് അവിടെ നോക്കണേ, മേളിലോട്ട് എറിയണം. സ്വന്തം മാതാവിനെ പ്രേമമുണ്ട്, പക്ഷേ അത് ഭക്തിയോടുള്ള പ്രേമമാണ്, ഭക്തിയോട് കൂടിയ പ്രേമമാണ്. അതുകൊണ്ടാണ് ഭഗവാൻ മറ്റാരുടെയും കൂടെ പോകാതെ ഈ ഗോപികമാരോട് വൃന്ദാവനത്തിൽ കളിച്ച് രസിച്ചത്. അത് വെറുതെ എന്നോട് ചോദിക്കുന്നു, കൃഷ്ണനെ കണ്ടോ? സകല ചരാചരങ്ങളോടും ചോദിക്കുന്നു, ഞങ്ങളുടെ കൃഷ്ണനെ കണ്ടോ? അങ്ങനെ ചോദിച്ചു വരുമ്പോഴാണ് ഈ രാധ ഒരു മരത്തണലിൽ ഇങ്ങനെ വിഷണ്ണയായിട്ടിരിക്കുന്നു. അപ്പോൾ ഈ ഗോപികമാർ സ്വാഭാവികമായിട്ടും വിചാരിച്ചത് ഭഗവാൻ എപ്പോഴും രാധയോടൊപ്പമാണല്ലോ, അതുകൊണ്ട് ഒരു പക്ഷേ രാധയ്ക്ക് ഭഗവാൻ എവിടെയുണ്ട് എന്നറിയാൻ കഴിഞ്ഞേക്കും എന്ന് ധരിച്ച് രാധയോട് ചോദിക്കുന്നു, രാധ നീ കൃഷ്ണനെ കണ്ടോ? രാധയ്ക്കും മറുപടി പ്രത്യേകിച്ചില്ല. രാധയും അത് തന്നെ തിരിച്ച് അവരോട് ചോദിക്കുന്നു, നിങ്ങൾ